ഫാസിസത്തിന്റെ ഭീകരതയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വികസന മുന്നേറ്റ ജാഥയിൽ ഒരിടത്ത് സംസാരിക്കവേ കെ ശൈലജ ടീച്ചർ വളരെ കൃത്യമായിട്ട് 5 മിനിറ്റ് നേരം സംസാരിക്കുന്നുണ്ട്. ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. എന്നാൽ ഇപ്പോഴും ഫാസിസം അത്ര കുഴപ്പം പിടിച്ച സംഗതിയല്ല. RSS ആയാലും സംഘപരിവാറായാലും ഉയർത്തുന്ന ഫാസിസ്റ്റ് നടപടികൾ എന്ന് പറയുന്നത് വലിയ കുഴപ്പം പിടിച്ച സംഗതിയല്ല എന്ന് വിശ്വസിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട്. അതിൽ നല്ലൊരു ശതമാനം മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരും ഉണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സംഗതിയല്ല. ഒരു കെ സുധാകരന്റെ ഒക്കെ ഭാഷയെ പറഞ്ഞ ഒരു ആൾട്ടർനേറ്റീവാണ്. എന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് അല്ലെങ്കിൽ BJP എന്നുള്ള രീതിയിൽ ഒരു ആൾട്ടർനേറ്റീവായിട്ട് കാണുന്നതാണ്. എനിക്ക് തോന്നിയാൽ ഞാൻ BJP പോകും. അതിന് അദ്ദേഹം ഉപയോഗിച്ച പദം നോക്കണം. ഐ വിൽ ഗോ വിത്ത് BJP. വിൽ എന്ന പദത്തിന് ഇംഗ്ലീഷിൽ ഒരു പ്രത്യേകത ഉണ്ട്. തീർച്ചയായും ഉറപ്പായും പോകും എന്നുള്ളതാണ്. സാധാരണ ഷാൾ എന്ന് ഉപയോഗിക്കുന്നത് അത്ര ഉറപ്പില്ലാത്ത കാര്യത്തിനാണെങ്കിൽ വിൽ ഉപയോഗിക്കൽ ഉറപ്പായും പോകും. കെ സുധാകരൻ പറഞ്ഞ് എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് BJP എന്നാണ് പറഞ്ഞത്. മാത്രമല്ല കെ സുധാകരൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ സംഘപരിവാറിന്റെ അതായത് RSSന്റെ ശാഖ കമ്മ്യൂണിസ്റ്റുകാർ ആക്രമിക്കുമെന്ന് ഭയന്ന് അവർക്ക് കാവലിന് ആളെ പറഞ്ഞയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് വീമ്പ് പറയുന്ന സുധാകരനെയും കണ്ടു. ഞാനിത് പറയാൻ കാരണം ഇത്രയൊക്കെയാണ് അവരുടെ ഒരു നിലപാട്. മാത്രമല്ല VD സതീശൻ ഒരു പരിപാടിയിൽ പോയിട്ട് സംഘപരിവാറിന്റെ പരിപാടിയിൽ പോയിട്ട് ഗുരുജി ഗോൾവാൾക്കർ എന്ന് സംഘപരിവാർ വിശേഷിപ്പിക്കുന്ന ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ താഴെ തിരി തെളിച്ച് കുനിഞ്ഞു കുമ്പിട്ട് നിൽക്കുന്ന ഒരു ചിത്രവും അതുമായി ബന്ധപ്പെട്ട വാർത്തയും നമ്മൾ കണ്ടു. ഇപ്പോഴും അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചില കോൺഗ്രസ്സുകാരും UDFകാരും. അവർക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ പറയാം. എന്താണ് ഫാസിസം എന്നുള്ളതും ഫാസിസത്തോടുള്ള, അതായത് നമ്മൾ ഹിറ്റ്ലർ എന്ന് പറയുമ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായിട്ടാണ് കാണുന്നത്. ഹിറ്റ്ലറെ നമ്മൾ പറയാറുള്ളത്, പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത് ക്രൂരതയുടെ പര്യായമായിട്ടാണ്. എന്നാൽ ഈ ഹിറ്റ്ലറോടുള്ള RSSന്റെയും അതിൻ്റെ രണ്ടാമത്തെ സർസംഘചാലകമായിരുന്ന ഗുരുജി ഗോൾവാൾക്കറുടെയും എന്ന് വെച്ചാൽ VD സതീശൻ വിളക്ക് തെളിയിച്ച് കുനിഞ്ഞു വണങ്ങിയ ഗുരുജി ഗോൾവാൾക്കറുടെയും സമീപനം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് വിക്കിപീഡിയയുടെ ഗുരുജി ഗോൾവാൾക്കറുമായി ബന്ധപ്പെട്ട് MS ഗോൾവാൾക്കർ എന്ന് നിങ്ങൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിക്കിപീഡിയയുടെ ഒരു പേജ് വരും. അതിനകത്ത് വിമർശനങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം സ്ക്രോൾ ചെയ്താൽ കാണാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ജൂതന്മാരെ കൂട്ടക്കൊല നടത്തിയ ഹിറ്റ്ലറുടെ ഫാസിസ്റ്റ് നടപടികളെ ഗോൾവാൾക്കർ വളരെയേറെ ശ്ലാഘിച്ചതായി നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു എന്ന ഗ്രന്ഥത്തിലെ ഗോൾവാൾക്കറുടെ വാചകം എടുത്തു കാട്ടുന്നു. ജർമ്മനി അതിൻ്റെ വംശത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി അവിടുത്തെ സെമറ്റിക് വംശങ്ങളെ, ജൂതന്മാരെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ലോകത്തെ ഞെട്ടിച്ചു. വംശാഭിമാനം അതിൻ്റെ പരമകാഷ്ഠയിൽ പ്രത്യക്ഷീഭവിക്കുകയായിരുന്നു അവിടെ. ഹിന്ദുസ്ഥാനിൽ നമുക്ക് പഠിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യാവുന്ന നല്ലൊരു പാഠമാണിത് എന്നാണ് ആര് പറയുന്നത്? ഗുരുജി ഗോൾവാൾക്കർ പറയുന്നത്. ആ ഗുരുജി ഗോൾവാൾക്കറെ വണങ്ങിക്കൊണ്ടാണ് VD സതീശൻ തിരി തെളിയിച്ചത് എന്നുകൂടി ഓർക്കണം. മാത്രമല്ല ഗുരുജി ഗോൾവാൾക്കർ വളരെ കൃത്യമായിട്ട് വിചാരധാര എന്ന പുസ്തകത്തിൽ പറയുന്നതിനെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. വിചാരധാര എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ എന്നിവരെ ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിക്കുന്നു. വർഗീയ സംഘർഷത്തിലൂടെയും അല്ലാതെയും ഇവരെ കൊലപ്പെടുത്തുമെന്ന് പറയാതെ പറയുന്നു. അങ്ങനെ നിരവധിയായ കാര്യങ്ങളുണ്ട്. ഗുരുജി ഗോൾവാൾക്കർ ജർമ്മനിയുടെ ജൂതന്മാർക്കെതിരായ നടപടിയെ ശ്ലാഘിക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ്. 1930കളിൽ ജർമ്മനിയിൽ ജൂതന്മാർക്കെതിരായി നടന്ന നാസി വംശശുദ്ധീകരണത്തെ ഇദ്ദേഹം പിന്തുണക്കുന്നുണ്ടായിരുന്നു. ഇത് ഇന്ത്യക്കാർക്ക് പഠിക്കുകയും ഇതിൽ നിന്ന് ലാഭം നേടുകയും ചെയ്യാവുന്നതാണ് എന്നും താൻ രചിച്ച വി ഓർ അവർ നാഷണൽഹുഡ് ഡിഫൈൻഡ് എന്ന കൃതിയിൽ അഭിപ്രായപ്പെടുന്നു. അതുപോലെ ഭാരതത്തിലെ സനാതന ഹിന്ദുക്കൾ രാജ്യത്ത് മറ്റ് മതക്കാരായ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ എന്നിവരെയും കൂട്ടത്തോടെ ഉന്മൂലനം ചെയ്യണമെന്ന് ഗോൾവാൾക്കർ പഠിപ്പിക്കുന്നു. വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയാണ്. സനാതന, അതാണ് ഞാൻ പറഞ്ഞ മറ്റൊരു വീഡിയോ ആയിട്ട്. എന്താണ് ഇപ്പൊ ഹിന്ദു എന്ന് പറയുമ്പോൾ ഇവിടെ കാക്കി കളസവും ഇട്ടിട്ട് കുറുവടിയും RSSന്റെ ശാഖകളിൽ പോയിട്ട് കസർത്ത് നടത്തുന്ന ഈ പാവം പിടിച്ച അടിസ്ഥാന വിഭാഗക്കാരുണ്ടല്ലോ, ഇവിടെ കേരളത്തിലാണെങ്കിൽ നായർമാരുടെ താഴെയുള്ള വിഭാഗക്കാർ, അവരൊക്കെ ധരിച്ചിരിക്കുന്നത് ഹിന്ദു എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സാധനമാണെന്നുള്ളത്. പൊന്നുമക്കളെ, നിങ്ങൾ അതിലില്ല. ഗുരുജി ഗോൾവാൾക്കർ പറഞ്ഞ സനാതന ഹിന്ദുക്കൾ എന്ന് പറയുന്നതിന് ആരില്ല? ഈ പറയുന്ന കേരളത്തിലെ ഇന്നത്തെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നായന്മാർക്ക് താഴെയുള്ളവർ ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ജാതി കയറി പോവുകയാണ്. അപ്പോൾ അവർ അവർണരായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഈ വർണ്ണത്തിൽ പെടാത്തവരാണ്. ഏതായാലും ഞാൻ അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. എന്താണ് ഹിന്ദു എന്ന് പറയുമ്പോൾ വികാരം കൊള്ളുന്നവരൊക്കെ ഹിന്ദുക്കളാണോ എന്നിങ്ങനെ BJP അല്ലെങ്കിൽ സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വത്തിൽ അവർ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്, പഠിപ്പിക്കേണ്ടതുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഏതായാലും ഗുരുജി ഗോൾവാൾക്കർ വളരെ കൃത്യമായിട്ട് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത ഏറ്റവും വലിയ ക്രൂരനായി ലോകം വിശേഷിപ്പിക്കപ്പെടുന്ന
ഹിറ്റ്ലറെ ശ്ലാഘിച്ച ആളാണ്. ആ ഹിറ്റ്ലർ എന്താണ് ജർമ്മനിയിൽ ചെയ്തത് എന്നുള്ളതിൻ്റെ ഒരു ലഘു വിവരണം അവിടെ പോയി കണ്ട കാഴ്ചയടക്കം വിശദീകരിച്ചുകൊണ്ട് കെ ശൈലജ ടീച്ചർ പറയുന്നുണ്ട്. ആ ഭാഗം ഒന്ന് കേട്ടിട്ട് വരാം. ഇവിടെ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ എല്ലാം സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ മതേതരത്വം പുലരണം. BJP കൊണ്ട് ഉണ്ടാകുന്ന ആപത്ത് RSSന്റെ ആശയം നടപ്പിലാക്കുന്നു എന്നതാണ്. പറയുമ്പോഴെല്ലാം എന്തൊരു സ്നേഹമാണ്. ചിലപ്പോൾ പറയും ക്രിസ്ത്യാനികൾ ഞങ്ങളൊന്നും ചെയ്യില്ല, നിങ്ങളെല്ലാം ഇങ്ങ് പോര്, ഞങ്ങളൊന്നും ചെയ്യില്ല, ഞങ്ങൾക്ക് മുസ്ലിങ്ങളോടാണ് വെറുപ്പ്. അപ്പോൾ ക്രിസ്ത്യാനികൾ വിചാരിക്കും അതെ അക്കൂടിനുള്ളതാണ് ആപത്ത്, അതുകൊണ്ട് BJPയുടെ കൂടെ അങ്ങ് കൂടിയാൽ നമുക്ക് നല്ല സന്തോഷമായിരിക്കുന്ന. നമുക്ക് ഓർമ്മയില്ലേ 1930കളിലെ ഫാസിസ്റ്റ് ഹിറ്റ്ലറെ അനുകൂലിക്കുന്നവരാണ് ഇവര്. സവർക്കറൊക്കെ ഹിറ്റ്ലറുടെ ആരാധകനായിരുന്നു. എന്താ ഹിറ്റ്ലറുടെ തരക്കേട്? ഹിറ്റ്ലറുടെ ചരിത്രമൊന്നും ഞാൻ മുഴുവൻ പറയുന്നില്ല. ജൂതന്മാരെ വെച്ചേക്കരുത് എന്ന് പറഞ്ഞു. കൂട്ട കശാപ്പാണ്. ആശയവ്യത്യാസം ഉണ്ടായാം, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ഒരു മതവിഭാഗത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞ് നിഷ്കളങ്കരായ മനുഷ്യരെ കൂട്ടത്തോടെ അരിഞ്ഞു തള്ളാൻ ഒരു ഭരണാധികാരിക്ക് അവകാശമുണ്ടോ? അവിടുത്തെ കൊലയറകളെ കുറിച്ച് കേട്ടില്ല. ഓഷ്വിറ്റ്സ്. ഞാൻ കഴിഞ്ഞ തവണ ജർമ്മനിയിൽ പോയപ്പോൾ മ്യൂണിക്കിലെ ഒരു കൊലയറ കണ്ടു. കുറേ ദിവസത്തേക്ക് വെള്ളം കുടിച്ചാൽ പോലും തൊണ്ടേന്ന് ഇറങ്ങി പോവുമായിരുന്നില്ല. എന്തൊരു ക്രൂരതയാണ് കാണിച്ചത് മനുഷ്യരോട്. ഹിറ്റ്ലർ ജൂതന്മാരെ മുഴുവൻ പിടിച്ചുകൊണ്ടുവന്ന് പിടപ്പിച്ചു കൊന്നു. വസ്ത്രങ്ങൾ അഴിച്ച് നഗ്നരാക്കി സ്ത്രീകളെയും പുരുഷന്മാരെയും ഈ വിഷവാതക ചേംബറിലേക്ക് കടത്തി വിട്ടു. കണ്ണ് ചൂഴ്ന്നെടുത്തു, കരചരണങ്ങൾ ഭേദിച്ചു, കുഞ്ഞുമക്കളെ സയാമീസ് ഇരട്ടകളെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ ക്രൂരത. അവരുടെ പള്ളകൾ കൂട്ടി തുന്നിവെച്ചു, വലിയ സൂചി കൊണ്ട് പെടഞ്ഞു മരിച്ചു. സങ്കല്പിക്കാൻ കഴിയാത്ത ക്രൂരതയാണ് ഫാസിസത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുക. അങ്ങനെ ഇവിടെ ചെയ്യോ എന്ന് ചോദിച്ച് നിൽക്കുക ചിലര്. അങ്ങനെ ഇവിടെ ചെയ്യില്ലേ? ഗുജറാത്തിൽ നടന്ന ലഹളയിൽ എന്താ കണ്ടത്? ഒരു ഗർഭിണിയുടെ വയറ് പിളർന്നിട്ട് ഭ്രൂണത്തെ തൃശൂലത്തിൽ കോർത്തെടുത്ത് കരിച്ചില്ലേ? മതവർഗീയത തലക്ക് പിടിച്ചാൽ എന്തും ചെയ്യും. അപ്പോൾ മനുഷ്യൻ ഭ്രാന്തായിട്ട് മാറും, പിശാചായിട്ട് മാറും. ഈ തലച്ചോറ് നല്ല കാര്യങ്ങൾ ചിന്തിച്ചാൽ നല്ല മനുഷ്യനാവുന്നതാണ്. ഈ തലച്ചോറിനകത്ത് അഭിശബ്ദ ചിന്തകൾ ആരെങ്കിലും കുത്തിവെച്ചാൽ, മതവിരോധം കുത്തിവെച്ചാൽ അവിടെ പിശാചിരിക്കും. അപ്പൊ പിന്നെ എങ്ങനെ പെരുമാറുന്നൊന്നും പറയാൻ കഴിയില്ല. പറഞ്ഞല്ലോ, ജൂതന്മാരെ മാത്രമാണോ? അവിടെ ഹിറ്റ്ലർ ക്രിസ്ത്യാനികളോട് പറഞ്ഞു, നിങ്ങൾ വരീൻ, നിങ്ങളൊന്നും ചെയ്യില്ല. അവരുടെ മീറ്റിംഗ് വിളിച്ചു, പുരോഹിതന്മാരെ വിളിച്ചു കൂട്ടി. എല്ലാവരും ഹിറ്റ്ലറുടെ മീറ്റിങ്ങിന് ചെന്നു. സന്തോഷവാന്മാരായിട്ട് തിരിച്ചുപോയി. ജൂതന്മാര് തീരട്ടെ. പക്ഷേ ജൂതന്മാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും കൂട്ടത്തോടെ കൊന്നൊടുക്കി കഴിഞ്ഞപ്പോൾ ഹിറ്റ്ലർ തിരിഞ്ഞത് കത്തോലിക്കർക്കെതിരായിട്ടാണ്. അപ്പോഴും പറഞ്ഞു, ഞങ്ങൾ കത്തോലിക്കരെ ദ്രോഹിക്കുകയുള്ളൂ, പ്രൊട്ടസ്റ്റന്റുകാരെ ഒന്നും ചെയ്യില്ല. അപ്പൊ പ്രൊട്ടസ്റ്റന്റുകാർ വിചാരിച്ച് കത്തോലിക്കലെല്ലാം തീർന്നാൽ പിന്നെ ഞങ്ങളാണ് അവിടുത്തെ അധികാരികൾ. പക്ഷേ അവരും തീർന്നപ്പോ ആര്യരക്തം സിരകളിലൂടെ ഒഴുകുന്നവർ മാത്രം ജർമ്മനിയിൽ ജീവിച്ചാൽ മതി. പ്രൊട്ടസ്റ്റന്റുകാർ ആര്യരക്തം സിരകളിലൂടെ ഒഴുകുന്നവരല്ല, അതുകൊണ്ട് യഥാർത്ഥ ജർമ്മൻ അല്ല, അതുകൊണ്ട് തീരട്ടെ എന്ന് പറഞ്ഞ് അവരെയും കൂടി പിടിച്ചു കൊണ്ടുപോയില്ലേ? ഒരു പാസ്റ്റർ, നിമോള്ളർ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ തന്നെ പിടിച്ചു കൊണ്ടുപോയപ്പോൾ അദ്ദേഹം കവിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ജൂതനല്ലാത്തത് കൊണ്ട് ഞാൻ ആദ്യം പ്രതികരിച്ചില്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ലാത്തത് കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ പിടിക്കുമ്പം മിണ്ടിയില്ല, ഞാൻ കത്തോലിക്കനല്ലാത്തത് കൊണ്ട് കത്തോലിക്കരെ കൊണ്ടുപോകുമ്പോഴും മിണ്ടിയില്ല. പക്ഷെ ഇപ്പം എന്നെ പിടികൂടാൻ വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ചോദിക്കാൻ. അതിസമർത്ഥമായി ഇന്ത്യയിലെ വർഗീയ ഭരണാധികാരികൾ ഇവിടെ ഓരോ മതസ്ഥരെയും ആദ്യം വേർതിരിക്കുന്നു, ഭിന്നിപ്പിക്കുന്നു. എന്നിട്ട് ആ ഭിന്നതയിൽ നിന്ന് മുതലെടുത്ത് ഓരോരുത്തരെയായി ഒടുക്കാൻ തീരുമാനിക്കുകയാണ്. നമ്മൾ ആരും കാണുന്നതിനേക്കാൾ അപ്പുറത്തെ കടുത്ത വർഗീയതയാണ് വരുന്നത്. ഇവിടെ ആരുടെ കൂടെ നിൽക്കണം? UDF-കാർ ആ വർഗീയവാദികളെ കൂട്ടുപിടിക്കുകയാണ്. ഇപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവര് ഇന്ത്യ ഹിന്ദുവിൻ്റെതാകണമെന്ന് പറയുന്നവരും ഇന്ത്യ ഇസ്ലാമിൻ്റെതാകണമെന്ന് പറയുന്നവരൊക്കെ ഇവിടെയുണ്ട്. ഞങ്ങളാ എല്ലാ വർഗീയവാദത്തിനും എതിരാണ്. ഇന്ത്യ മതേതരമായിരിക്കണമെന്ന് പറയുന്നവരാണ് ഈ സ്റ്റേജിലിരിക്കുന്ന ഞങ്ങളെല്ലാവരും. അവരാണോ വേണ്ടത്? അല്ല, ഇന്ത്യ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗമായിട്ട് നിൽക്കണമെന്ന് പറയുന്നവരാണോ വേണ്ടത്? അവരെത്ര ചെറിയ പാർട്ടി ആയാലും ആ ആശയം അങ്ങേയറ്റം അപകടകരമാണ്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തെ എതിർക്കുന്നു എന്ന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഒരു വലിയ സംഘടനയൊന്നുമല്ല, കുറച്ച് ആളുകളുടെ അവരുടെ കൂടെയുള്ളൂ. പക്ഷെ മുസ്ലിം ലീഗ് ആ ആശയം യാതൊരു മടിയുമില്ലാതെ പുലുക്കിക്കൊണ്ട് കൂടെ നിർത്താൻ ശ്രമിക്കുകയാണ്. ഈ വിഷലിപ്തമായ ആശയത്തെ മാറ്റി നിർത്തണ്ടേ? എത്ര
സംശുദ്ധമായാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളെ സമീപിക്കുന്നത്. അതുകൊണ്ട് സമാധാനപൂർണമായി ജീവിക്കാൻ ഈ മതിൽ, ഈ സംരക്ഷണ മതിൽ, കേരളത്തിലെ LDF എന്ന് പറയുന്ന സംരക്ഷണ മതിലിനെ തകർക്കാതെ നിലനിർത്താൻ നാനാജാതി മതസ്ഥരായിട്ടുള്ള നാട്ടുകാർ തയ്യാറാവണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരാൻ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കണം. അത് വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.